റിപ്പോർട്ടർ പൊളിറ്റിക്കൽ ബിഗ് ബ്രേക്കിംഗ്. KPCC നേതൃക്യാമ്പിൽ സുനിൽ കനഗോലുവിനെ തിരുത്തി നേതാക്കൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF അനുകൂലമായി ക്രൈസ്തവ വോട്ടുകളുടെ ഏകോപനം ഉണ്ടായില്ലെന്നും ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചില്ലെന്നുമാണ് കനഗോലുവിന്റെ റിപ്പോർട്ട്. ഈ വിലയിരുത്തലുകളാണ് VD സതീശൻ, ഡോക്ടർ ശശി തരൂർ, ബെന്നി ബെഹനാൻ എന്നിവർ തിരുത്തിയത്. ഈ സർവേ മുഖവിലക്കെടുക്കാൻ കഴിയില്ലെന്ന് നേതാക്കൾ വ്യക്തമാക്കി. റോഷിപാൽ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ്. റോഷിപാൽ, രാഷ്ട്രീയ നേതാക്കളുടെ പ്രായോഗിക രാഷ്ട്രീയ പരിചയ സമ്പന്നത കനഗോലു എന്ന പ്രൊഫഷണൽ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റിന്റെ കണ്ടെത്തലുകളെ തിരുത്തിയോ റോഷി? അരുൺകുമാർ, 2 ദിവസമായി വയനാട്ടിൽ ചേർന്ന കോൺഗ്രസിന്റെ നേതൃക്യാമ്പ് ലക്ഷ്യയിലാണ്. അവിടെ ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലാണ് ഈ കനഗോലു തന്റെ ടീം നടത്തിയ സർവേ, ആ സർവേ ഫലം അവിടെ പ്രദർശിപ്പിച്ചത്, അത് വിശദീകരിക്കുമ്പോഴാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് UDF മുന്നേറ്റമുണ്ടായെന്ന കനഗോലുവിന്റെ കണ്ടെത്തൽ. അത് മുസ്ലിം വോട്ടുകൾ ഏകോപിപ്പിക്കപ്പെട്ടു UDF അനുകൂലമായി. നേരെ മറിച്ച് ക്രൈസ്തവ വോട്ടുകളിൽ സമാനമായ രീതിയിലുള്ള ഏകോപനം ഉണ്ടായിട്ടില്ല എന്ന ഒരു കണ്ടെത്തലാണ് കനഗോലുവിന്റെ ഭാഗത്തുണ്ടായത്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം വേണ്ടത്ര ആളിക്കത്തിയിട്ടില്ല UDF അനുകൂലമായി എന്ന മറ്റൊരു വിലയിരുത്തൽ കൂടി ഉണ്ടായിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഹിന്ദു വോട്ടുകൾ പൂർണ്ണമായും UDF സമാഹരിക്കാൻ കഴിഞ്ഞില്ല. അതിൽ തന്നെ ഈഴവ വോട്ടുകൾ CPM അനുകൂലമായും അതിനൊപ്പം നായർ വോട്ടുകൾ അത് BJP അനുകൂലമായും പോയിട്ടുണ്ട്, അങ്ങനെ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള വിലയിരുത്തലുകളാണ് കനഗോലുവിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇത് പൂർണ്ണമായും തെറ്റാണ്. നേരെ മറിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ ഒന്നായി UDF അനുകൂലമായി ലഭിച്ചു എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ, അതും മുതിർന്ന നേതാക്കളുടെ വിലയിരുത്തലാണ്. അങ്ങനെ ഏറെ നേരം ഇത് സംബന്ധിച്ച കോൺഗ്രസിന്റെ നേതാക്കൾ അഭിപ്രായം പറഞ്ഞു. ഒടുവിൽ അതിനുശേഷം തൽക്കാലത്തേക്ക് കനഗോലുവിന്റെ ടീം ഇത് അവതരിപ്പിച്ച് അവർ പുറത്തേക്കിറങ്ങിയതിനു ശേഷം ഇത് സംബന്ധിച്ച് ചർച്ച നടത്താം എന്ന് പറഞ്ഞാണ് ആ ചർച്ചകൾ തൽക്കാലം അവിടെ അവസാനിപ്പിച്ചത്. ഏതായാലും ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് അലയടിച്ചിട്ടുണ്ടെന്ന വിലയിരുത്തൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. കനഗോലുവിനെ തിരുത്തുകയാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ. അവരുടെ പരിചയ സമ്പത്താണ്, അവർ അടിത്തട്ടിൽ നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത്. VD സതീശനാകട്ടെ, ശശി തരൂരാകട്ടെ, ബെന്നി ബെഹനാൻ അടക്കമുള്ള നിരവധി നേതാക്കളാണ് കനഗോലുവിനെ തിരുത്തിയത്. എന്നാൽ ചില കാര്യങ്ങൾ, കനഗോലുവിന്റെ അഭിപ്രായങ്ങൾ നമുക്ക് മുഖവിലക്കെടുക്കാം എന്ന രീതിയിലാണ് ചർച്ചകൾ അവിടെ അവസാനിപ്പിച്ചത്. ഏതായാലും കനഗോലു അടക്കമുള്ള നിരവധി PR ഏജൻസികൾ നൽകുന്ന ഔട്ട്പുട്ട് അത് കൃത്യമായി പരിഗണിച്ചു തന്നെയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നത്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു റോഷി. ഈ പ്രേക്ഷകർക്ക് അറിയാമല്ലോ, ഈ പ്രൊഫഷണൽ PR ഏജൻസികൾക്ക് രാഷ്ട്രീയ അഭിപ്രായം പറയുന്നൊരു പരിമിതിയുണ്ട്. അവരെത്ര ശ്രമിച്ചാലും, അവരുടെ എത്ര സർവേ ആണെങ്കിലും അത് ആക്യുറേറ്റ് ആവില്ല. അതേസമയം ഫീൽഡിൽ നിൽക്കുന്ന ചില പ്രവർത്തകരുണ്ട്, അവർ കൊടുക്കുന്ന ഇൻഫർമേഷൻ്റെ അത്രയും വരില്ല എന്നുള്ളത് തന്നെയാണ്. ഞാൻ എത്രയോ തെരഞ്ഞെടുപ്പ് പഠനങ്ങൾ നടത്തുകയും തെരഞ്ഞെടുപ്പ് പഠനങ്ങളുടെ ഭാഗമാവുകയും ചെയ്തയാളാണ്. പലപ്പോഴും നമ്മൾ സർവേ നടത്തുമ്പോൾ അതിനകത്തൊക്കെ വലിയ രീതിയിലുള്ള സാമ്പിളിംഗ് എറർ വരാനുള്ള സാധ്യതയുണ്ട്, ആ മാർജിനൽ എറർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ എററുകളെല്ലാം അതിൻ്റെ ഭാഗമാണ്. പക്ഷേ എററുകളൊന്നുമില്ലാതെ താഴെ തട്ടിൽ ബൂത്തിൽ നിൽക്കുന്ന പ്രവർത്തകർ പറയാൻ സാധിക്കും എന്താണ് ഈ മണ്ഡലത്തിൽ സംഭവിച്ചത്, എന്താണ് ഈ ബൂത്തിൽ സംഭവിച്ചത്. സ്ഥാനാർത്ഥിയുടെ മികവാണോ, ഏതെങ്കിലും തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളാണോ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട സൂചനയായി മാറിയതെന്ന് അവർക്ക് പറയാൻ കഴിയും. അതുകൊണ്ടാണ് കനഗോലുവിനെ പോലുള്ള നിർദ്ദേശങ്ങൾക്കും അപ്പുറം നിൽക്കുന്നതാണ് VD സതീശന്റെയും ബെന്നി ബെഹനാന്റെയും താഴെ തട്ടിൽ നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെ രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ രാഷ്ട്രീയ പരിചയം എന്ന് പറയുന്നത്. ആ രാഷ്ട്രീയ പരിചയമാണ് യഥാർത്ഥത്തിൽ അവരെ തിരുത്തുക. അത് തിരുത്തലൊക്കെ ഉണ്ടാവണം, സ്വാഭാവികമല്ലേ. പ്രശാന്ത് കിഷോർ എത്ര തവണ പൊട്ടി പാളീസായിരിക്കും.